واتقوا الله وكونوا مع الصادقين. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു വിഭാഗമാണ് അംബിയാ മുർസലുകൾ. അംബിയാ മുർസലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. അവൻ്റെ അടിയാറുകളിൽ നിന്ന്, അവൻ്റെ അടിമകളിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹു തആല തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗമാണ് അംബിയാക്കൾ. നുബുവത്ത് എന്നത് ഇബാദത്ത് കൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമല്ല. അള്ളാഹു തആല ഉദ്ദേശിച്ച ചില ആളുകളെ അള്ളാഹു തആല അതിനായി തിരഞ്ഞെടുക്കുന്നു. അതേസമയം വിലായത്ത് എന്ന് പറയുന്നത് അള്ളാഹു തആലക്ക് നിരന്തരമായി വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത് അങ്ങനെ അള്ളാഹുവിൻ്റെ റിള പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർബത്ത് കരസ്ഥമാക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന പദവിയാണ് വിലായത്ത് എന്നുള്ളത്. ആ വിലായത്ത് ലഭിച്ച ആളുകളെയാണ് ഔലിയാക്കൾ, വലിയുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിരന്തരമായ ഇബാദത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ നേടുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു പദവിയാണ്. ഇനി നിരന്തരമായ ഇബാദത്തുകൾ കൂടാതെയും പെട്ടെന്ന് അല്ലാഹു തആല ചില ആളുകളെ ഈ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കാറുണ്ട്, അലങ്കരിക്കാറുണ്ട്. അതിന് ചില കാരണങ്ങളും ഉണ്ടാകും. ഇപ്പോ മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. 40ഓളം അവിശ്വാസികളായ ആളുകളെ മഹാനവറുകൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വിലായത്തിന്റെ പദവി അല്ലാഹു തആല നൽകാൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നിമിത്തമാവുകയും ചെയ്തു എന്ന്. അത് പെട്ടെന്ന് ശൈഖ് അവറുകളിലൂടെ അല്ലാഹു തആല ആ ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. അല്ലാഹു തആല ഏതോ കാരണം കൊണ്ട് ചില ആളുകളെ പെട്ടെന്ന് അല്ലാഹു തആല അവന്റെ അടിയാറുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിലായത്ത് നൽകി അനുഗ്രഹിക്കുന്നവരും ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോ കഠിനമായ അധ്വാനത്തിലൂടെ ഈ സ്ഥാനം പ്രാപിച്ച ആളുകളും അധ്വാനമില്ലാതെ പ്രത്യേകമായ ഏതോ ഒരു സാഹചര്യം കൊണ്ടോ കാരണം കൊണ്ടോ ഈ വിലായത്തിന്റെ പദവി ലഭിച്ചവരോ ഔലിയാക്കൾക്കിടയിലുണ്ട്. ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം അള്ളാഹുവിൻ്റെ ഖുർബത്ത് ലഭിച്ചവരാണ് എന്നത് തീർച്ചയാണ്. ഇബാദത്തിലൂടെയാണെങ്കിലും ഇനി ഇബാദത്തില്ലാതെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു റിള അതിന് വേണമല്ലോ. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടാണല്ലോ അത് തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നൽകിയിട്ട് അള്ളാഹിൻ്റെ റിള അവരിൽ കനിഞ്ഞിട്ടാണ് അവരെ ആ പദവിയിലേക്ക് അള്ളാഹു തആല എടുക്കുന്നത്. വിലായത്ത് നൽകുക എന്ന് പറഞ്ഞാൽ ഇവരെ അള്ളാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹു തആല പ്രത്യേകമായി ഏറ്റെടുത്ത ആളുകളാണ് ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ പൂർണ്ണമായ റിള ലഭിച്ച ആളുകളാണ് അവർ. അള്ളാഹുവിനെ തൊട്ടും അള്ളാഹു അവരെ തൊട്ടും തൃപ്തിയായിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളൂ അൻ എന്ന് വിശുദ്ധ ഖുർആനിൽ സ്വഹാബികളെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ച ആളുകളാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാത്ത ആളുകൾ, അള്ളാഹിന്റെ ഖുർബത്ത് ലഭിക്കാത്ത, സാമീപ്യം ലഭിക്കാത്ത ആളുകൾക്ക് വലിയ എന്ന് പറയില്ല. ഇത് ലഭിക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നിരിക്കൽ നിരന്തരമായ ഇബാദത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തവും ഈ സ്ഥാനം കരസ്ഥമാക്കുക, അല്ലെങ്കിൽ പ്രത്യേകമായ വല്ല കാരണം കൊണ്ട് അള്ളാഹു തആല ഈ സ്ഥാനത്തേക്ക് ചില ആളുകളെ തിരഞ്ഞെടുക്കാറുണ്ട്, ഉയർത്താറുണ്ട്. അങ്ങനെ ലഭിക്കുക. ഏതായാലും ഈ സ്ഥാനം ലഭിച്ച ആളുകൾ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അംബിയാ മുർസലുകളെ കഴിഞ്ഞാൽ പിന്നെ ധാരാളം ഔലിയാക്കൾ, മഹത്തുക്കൾ ഈ സമുദായത്തിലും കഴിഞ്ഞുപോയ സമൂഹങ്ങളിലും അംബിയാ മുർസലുകളുടെ സമൂഹത്തിലും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ മുഴുവനും വിലായത്തുള്ള ആളുകളാണ്. വിലായത്തും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറമുള്ള അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സുഹബത്ത് ലഭിക്കുക എന്ന
വിലായത്തിൻ്റെയും മുകളിലുള്ള സ്ഥാനം ലഭിച്ച ആളുകളാണ് നബി തങ്ങളുടെ സഹാബാക്കൾ മുഴുവനും. അതേസമയം ഔലിയാക്കൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളെ പോലെയല്ല. അവരുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ മോശപ്പെട്ട എല്ലാ ഔസാഫുകളിൽ നിന്നും ഗുണങ്ങളിൽ നിന്നും അവരുടെ ഹൃദയത്തിനെ, റൂഹിനെ, ആത്മാവിനെ പരിശുദ്ധമാക്കി റാളിയ മറുളിയ എന്ന ഉന്നതമായ പദവിയിലേക്ക്, അതിലപ്പുറമുള്ള പദവിയിലേക്ക്, അള്ളാഹുവിനെ ശരിയായ വണ്ണം അറിയുക എന്ന മഅരിഫത്തിന്റെ ഉയർന്ന പദവിയിലേക്ക്, ശരിയായ ഹഖീഖത്തിന്റെ ലോകത്തേക്ക് അവർ എത്തിപ്പെടാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. അങ്ങനെ സഹിച്ച ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നമ്മളിപ്പോ സാധാരണ പറയുന്നത് പോലെ മോമിനീങ്ങളെല്ലാം അള്ളാഹിന്റെ ഔലിയാക്കളാണ്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മോമിനീങ്ങളാണ്, മോമിനീങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് നമുക്ക് ലാഘവത്തോടെ പറയാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ മോമിനീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞാൽ വിലായത്തിന് അള്ളാഹു തആല ഏറ്റെടുക്കാനുള്ള ഒന്നാമത്തെ ഷർത്താണ് ഈമാൻ ഉണ്ടാവുക എന്നത്. ആ ഈമാൻ എന്ന ആ ഷർത്ത് കരസ്ഥമാക്കിയ ആളുകളാണ് മുഅ്മിനീങ്ങൾ. ആ നിലക്ക് ഔലിയ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഉന്നതമായ പദവികളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, ഉയർന്ന പദവികളുണ്ട്. ആ പദവിയിലേക്ക് എത്തുമ്പോഴാണ് വിലായത്തിന്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തുക. അതിന് ആ പദവിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ് ത്വരീഖത്തിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ വിലായത്തിന്റെ ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചൊല്ലുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. ആത്മാവിനെ തസ്കിയത്ത് ചെയ്യുന്ന ആ പ്രക്രിയക്കിടയിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് അത്ഭുതങ്ങൾ കാണുമ്പോൾ ചില സ്റ്റെക്കുകളും ചില വിഭ്രമാവസ്ഥയും ഔലിയാക്കൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെയാണ് നമ്മൾ മജ്ദൂബുകൾ എന്ന് പറയുന്നത്. അത്ഭുതങ്ങളുടെ ലോകം അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില അങ്കലാപ്പുകൾ, അവർക്കുണ്ടാകുന്ന ചില സ്റ്റക്കുകൾ, ഇതാണ് മജ്ദൂബ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇന്ന് സാധാരണ മജ്ദൂബുകളെ സംബന്ധിച്ച് പറഞ്ഞ് എവിടെ എത്തി എന്ന് പറഞ്ഞാൽ, മജ്ദൂബുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗം ബാധിച്ച ആളുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവർക്ക് മാനസിക രോഗാണ്. മജ്ദൂബ് പറഞ്ഞ ഭ്രാന്തന്മാരാണ്, മാനസികമായി രോഗം ബാധിച്ച ആളുകളാണ് എന്നാണ് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതും ചിലർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും. യഥാർത്ഥത്തിൽ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ മജ്ദൂബുകൾ, ജദ്ബ് എന്നൊക്കെ നമ്മൾ പറയുന്നത് മാനസികമായ രോഗത്തിനല്ല. മാനസിക രോഗമാണെങ്കിൽ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്താൽ മതി, ചികിത്സിച്ചാൽ മതി. ഇത് മാനസികമായ രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്, ഇതൊരു മഖാമാണ്. ഒരു സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ തരണം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്, അതും കഴിഞ്ഞു കിടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലൂടെ ഈ അത്ഭുതകരമായ ഈ അവസ്ഥയിലൂടെ, അത്ഭുതകരമായ അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു കാലയളവാണ് ജദ്ബിന്റെ ഹാല്. അത് ബാധിച്ച ആളുകൾ മജ്ദൂബുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു കാലം കഴിഞ്ഞാൽ അവർക്ക് തെളിച്ചം വരും, അവരുടെ ഈ അവസ്ഥക്ക് മാറ്റം വരും. ഇത് മാനസികമായൊരു രോഗമല്ല, പക്ഷേ അവർക്ക് ആ ഒരു അവസ്ഥയിൽ സ്ഥലകാല ബോധമില്ല, വിഭ്രമാവസ്ഥയാണ്. ആ അവസ്ഥക്ക് നമ്മൾ പറയുന്ന അതിന്റെ ഹുക്കം, അവർക്കുള്ള ഹുക്കം ഒരു മജ്നൂനിന്റെ മാനസിക വിഭ്രാന്തി ബാധിച്ചിട്ടുള്ള ഒരാളെ ഹുക്കുമാണ് നൽകുക. കാരണം തക്ലീഫില്ല, നിസ്കാരം അവർക്ക് അപ്പോൾ നിർബന്ധമില്ല, നോമ്പ് അപ്പോൾ അവർക്ക് നിർബന്ധമില്ല, അവരെന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തക്ലീഫില്ലാത്ത, മാനസികമായി ഈ ലോകത്തൊന്നും അവരുടെ ചിന്തയില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളവരാണ്, പ്രത്യേക ഒരു അവസ്ഥയിലുള്ളവരാണ് മജ്ദൂബുകൾ എന്ന് പറയുന്നത്. അവർ അവരുടെ ആലമുൽ മലക്കൂത്തിലെ അല്ലെങ്കിൽ അദൃശ്യ ലോകത്ത് നടക്കുന്ന കാണുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് അവർ പരിഭ്രമിച്ചിരിക്കുന്നു. ആ അവസ്ഥയിലുള്ളവരാണ് മജ്ദൂബുകൾ എന്ന് പറയും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമതായി ഈ ഉമ്മത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ കഴിഞ്ഞാൽ സഹാബാക്കൾക്ക് ശേഷം ഏറ്റവും സ്ഥാനം കൽപ്പിക്കുന്നയാളാണ് ഉവൈസുൽ ഖർൻ റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖർൻ റളിയല്ലാഹു അൻഹുവിനെ ഉഖലാഉൽ മജാനീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണിയിട്ടുണ്ട്. ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന ആ കിതാബിൽ. അപ്പൊ ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി
രൂപത്തിലാണ് കാണുക. ഭ്രാന്തന്മാരുടെ കളിയാണ് അവർ കളിക്കുക. ഈ ഉവൈസുൽ ഖർൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയാൽ ഉമറെ, അലിയെ റളിയല്ലാഹു അൻഹുമാ, ഈ ഉവൈസുൽ ഖർനിനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആളുകൾക്കിടയിൽ കാണുമ്പോൾ ഭ്രാന്തൻ മട്ടിലാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഇത്തരം വിഭാഗങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഉഖലാഉൽ മജാനീൻ എന്ന ഗ്രന്ഥത്തിൽ ഇതുപോലെയുള്ള എത്ര ഔലിയാക്കളുടെ കഥകൾ പറയുന്നു. ബുഹ്ലുൽ മജ്നൂൻ, അതുപോലെയുള്ള ഒരുപാട് ഔലിയാക്കളുടെ കഥകൾ, മജ്നൂൻ, ഭ്രാന്തൻ എന്ന് ജനങ്ങൾ വിളിച്ചിട്ടുള്ള, ഭ്രാന്തനായി കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ആ കിതാബിൽ പറയുന്നുണ്ട്. അപ്പോ ഔലിയാക്കൾക്കിടയിൽ ഈ രൂപത്തിലുള്ള ആളുകൾ ഉണ്ടെന്നും അവരങ്ങനെ ജീവിച്ചിട്ടുണ്ടെന്നും അവരിൽ നിന്ന് അനേകം അത്ഭുതങ്ങൾ കറാമത്ത് എന്ന രീതിയിൽ തന്നെ പ്രകടമായിട്ടുണ്ടെന്നും കഴിഞ്ഞുപോയ ചരിത്ര കിതാബുകൾ, സംഭവങ്ങൾ, ഔലിയാക്കളുടെ ഗ്രന്ഥങ്ങൾ, ചരിത്രങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായതല്ല. 1400 വർഷത്തിന്റെ പഴക്കമുണ്ട് ഇസ്ലാം എന്ന മതത്തിന്. അള്ളാഹുവിന്റെ ഈ മതത്തിനാണ് ഇസ്ലാം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദീനിനാണ് ഇസ്ലാം എന്ന പേരുള്ളത്. ഈ മതം 1400 വർഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം നടത്തിയിട്ട് 1400-500ഓളം വർഷമായി. അപ്പൊ ഈ 1400-500 വർഷത്തിന്റെ ഇടയിൽ എത്രയോ ഔലിയാക്കൾ ജീവിച്ചിട്ടുണ്ട്, എത്രയോ മഹത്തുക്കൾ ജീവിച്ചിട്ടുണ്ട്, മഹാന്മാരായ ഇമാമുകൾ ജീവിച്ചിട്ടുണ്ട്. ജീവിച്ച ഇമാമുകളിൽ മിക്ക ആളുകളും വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുകളാണ്. ഔലിയാക്കളുടെ കറാമത്തിൽ എഴുതി വെച്ചിട്ടുള്ളവരാണ്. എല്ലാ ആളുകളും ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിച്ചവരാണ്. കഴിഞ്ഞുപോയ സമുദായത്തിലുള്ള ഉലമാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, സൂഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിച്ചവരാണ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ വാദമാണ്. കഴിഞ്ഞ തലമുറയിലൊക്കെ ശരിയായ ഇസ്ലാം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. 1500ഓളം വർഷം പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് മഹത്തുക്കളായ ഇമാമുകൾ. ആ ഇമാമുകളെയും അവരുടെ ഗ്രന്ഥങ്ങളെയും താറടിക്കുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും അവരുടെ കിതാബുകളൊക്കെ പാളക്കിതാബാണെന്ന് പറഞ്ഞ് തള്ളുന്നതും അപകടകരമായ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായി തീരുന്ന സംഗതിയാണ്. അവരൊക്കെ ഈ ഉമ്മത്തിനെ വഞ്ചിച്ചവരല്ല. ഈ ഉമ്മത്തിനെയും മുസ്ലിം സമുദായത്തിലെ ഓരോ തലമുറയെയും പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരല്ല. ഒരു ചരിത്രം സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി, ഒരു ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗവും യാത്രയും എത്രയാണ് എന്ന് അവരുടെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ഈ ഉമ്മത്തിന് സേവിക്കാൻ വേണ്ടിയും കഠിനാധ്വാനം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരെയൊക്കെ ആക്ഷേപിക്കുക, അവരൊക്കെ തള്ളിക്കളയുക എന്നത് വളരെ വലിയ അപകടമാണ്. അവരൊന്നും ഈ ഉമ്മത്തിനെ വഞ്ചിച്ചവരല്ല. ശരിയായ ദിശയിലേക്ക് ഈ ഉമ്മത്തിനെ നയിച്ചവരാണ് എക്കാലത്തുമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ. ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്, അവരുടെ കറാമത്തുകളെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്, അവരുടെ അഹ്വാലുകളെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. മജ്ദൂബുകളായ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിലുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്കെല്ലാം അറിയുന്നതാണ്. ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ഖിദിർ നബി അലൈഹിസ്സലാമും. മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽ പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് 313 മുർസലുകൾ എന്ന് പറയുന്നവർ. ആ 313 മുർസലുകളിൽ 25 പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരാണ്. അവരിൽ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും സ്ഥാനമുള്ള ആളുകളാണ്. അവരിൽപ്പെട്ടവരാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം. ഖിദർ നബി അലൈഹിസ്സലാം നബിയാണോ അല്ലേ എന്നതിൽ അഭിപ്രായമുണ്ട്. വലിയാണ് എന്നതിൽ തർക്കമില്ല. നബിയാണോ അല്ലേ എന്നതിൽ തർക്കമുണ്ട്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാലും നബിയാണ് എന്നാണ് സാധാരണ പറഞ്ഞു വരാൻ ഏറ്റവും മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പോ ഖിദർ നബി അലൈഹിസ്സലാം എന്നാണല്ലോ നമ്മൾ പറയുമ്പോൾ തന്നെ ഖിദർ നബി എന്നാ പറയാ. അപ്പൊ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബിന്റെ അത്ര സ്ഥാനമുള്ളയാളല്ല. എന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാം ഖിദർ നബിയിൽ നിന്ന് ചില ഇൽമുകൾ പഠിക്കാൻ വേണ്ടി ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. അത് അല്ലാഹു തആലാന്റെ പ്രത്യേകമായ ഹിക്മത്തായിരുന്നു.
ആ ഹിക്മത്ത് പ്രകാരം ഖിളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമുമായി സന്ധിച്ച ആ സംഭവം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ വിവരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് അല്ലാഹു തആല അന്ന് ബനൂ ഇസ്രായേലിലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഖിളിർ നബി അലൈഹിസ്സലാമുമായിട്ടുള്ള ആ സംഭവത്തെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നത്? അതിലെന്ത് പാഠമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകുന്നത്? അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്തൊരു സംഭവമാണോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അൽ കഹ്ഫ് സൂറത്തിലൂടെ ഈ ഉമ്മത്തിന് പകർന്നു നൽകുന്നത്? മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായതും ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരു പിതാവിനെ കൂടാതെ പ്രസവിക്കുന്നതും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ, ഈ ഗർഭം ധരിച്ച കഥ, പിതാവില്ലാതെ പ്രസവിക്കപ്പെട്ട ഈ കഥ, അതേപോലെ തന്നെ പ്രസവിച്ചതിനു ശേഷം ഈത്തപ്പനത്തിൽ നിന്ന് ആ മരം പിടിച്ചു കുലുക്കുകയും അതിൽ നിന്ന് ഈത്തപ്പഴം മറിയം റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല നൽകിയ കറാമത്തിന്റെ കഥ, സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു അൻഹയെ കാണാൻ പോകുമ്പോൾ അവിടെ അക്കാലത്ത് ലഭിക്കാത്ത ഭക്ഷണങ്ങൾ കണ്ടെത്തിയ കറാമത്തിന്റെ കഥ, ഇത് അല്ലാഹു തആല എന്തിനാണ് ഈ ഉമ്മത്തിന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഇതിലൊക്കെ പാഠമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല അമ്പിയാക്കളുടെ ത്യാഗത്തിന്റെ കഥ, ഇതുപോലെയുള്ള ഔലിയാക്കളുടെ കഥ, മറിയം ബീബിന്റെ കഥ, ധാരാളം കഥകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ കഥകളൊക്കെ അവതരിപ്പിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇത് തങ്ങൾക്ക് പ്രബോധന രീതിയിൽ, പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഊർജ്ജം ലഭിക്കാനാണ് നബിയെ. തങ്ങൾക്കും മറ്റു മുഅ്മിനീങ്ങൾക്കും അമലുകൾ ചെയ്യാൻ, പരലോകത്തേക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം ലഭിക്കാൻ വേണ്ടിയാണ്, ഈമാനിന്റെ ദൃഢത ലഭിക്കാൻ വേണ്ടിയാണ് നബിയെ ഈ കഥകൾ നാം വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ കഥകളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഖിളിർ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കപ്പലിൽ കയറുന്നു, ആ കപ്പൽ ഓട്ടയാക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു മൂസാ നബി അലൈഹിസ്സലാം. യാത്ര തുടരുന്നു. ഖിളിർ നബി അലൈഹിസ്സലാം ഒരു കുട്ടിയുടെ കഴുത്ത് പിടിച്ചു കൊല്ലുന്നു. മൂസാ നബി അലൈഹിസ്സലാം അത് ചോദ്യം ചെയ്യുന്നു. അന്താക്കിയ എന്ന നാട്ടിലെത്തുന്നു. അവിടെ ഭക്ഷണത്തിന് വേണ്ടി വിശന്നിട്ടുള്ളവർ ഭക്ഷണം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അന്നാട്ടുകാർ അവർക്ക് ഭക്ഷണം നൽകിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു മതിൽ ശരിപ്പെടുത്തുന്നു ഖിളിർ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അത് ചോദ്യം ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കൂലി നിശ്ചയിച്ചിട്ട് നമുക്കിത് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായ പ്രകടനം മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു. അവർ തമ്മിൽ വഴി പിരിയുന്നു. ആ വഴി പിരിയുന്നതിന് മുമ്പ് ഇതിന്റെ ഹഖീഖത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് ഖിളിർ നബി അലൈഹിസ്സലാം വിവരിച്ചു കൊടുക്കുമ്പോൾ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ നബി അലൈഹിസ്സലാമിൽ നിന്ന് അത് നിന്നു കേൾക്കുകയാണ്, അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ രഹസ്യങ്ങളൊന്നും മൂസാ നബി അലൈഹിസ്സലാമിന് അപ്പോൾ അറിഞ്ഞിട്ടില്ല. ഖിളിർ നബി എന്ന തന്നെക്കാൾ താണ പദവിയിലുള്ള അള്ളാഹുവിന്റെ ഒരു വലിയിൽ നിന്ന്, പ്രത്യേകമായ ഒരു അടിമയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇത് മനസ്സിലാക്കുകയാണ്. ഈ മനസ്സിലാക്കിയ ഈ കഥകളൊക്കെ ഇന്ന് ഒരു വലിയ ഒരാളെ കഴുത്ത് പിടിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെ യൂട്യൂബില് കുന്തം കോലെടുത്തിട്ട് വരും, ആരൊക്കെ പ്രസംഗിക്കും, ആരൊക്കെ പറയും? ഇത് ഖുർആനിലുള്ള സംഭവമായത് കൊണ്ട് മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന് പറയുന്ന വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് വിഷയമല്ല, അത് ഖുർആനിൽ പറഞ്ഞതല്ലേ എന്ന് പറയും. ഖുർആനിലാണെങ്കിൽ ഇങ്ങനെ പറയാവോ? ഖുർആനിലുള്ള ഈ സംഭവം ഇക്കാലത്ത് അവതരിപ്പിക്കാമോ? യുക്തിവാദികൾ അതാ പരിഹസിക്കുന്നു. യുക്തിവാദികൾ അതൊക്കെ എടുത്തിട്ടിട്ട് പരിഹസിക്കാറുണ്ട്. അപ്പൊ പരിഹസിക്കുന്ന ആളുടെ പരിഹാസത്തിന് വിലയില്ല. വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കണ്ണും അവരുടെ അകക്കണ്ണും അവരുടെ ബസീറത്ത് ഉൾക്കാഴ്ചയും നമ്മൾ അറിയുന്ന ലോകത്തല്ല. അവർ മറ്റൊരു ലോകം കാണുകയാണ്, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഹഖീഖത്തിന്റെ ലോകം മനസ്സിലാക്കിയ ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ ഔലിയാക്കളുടെ സംസാരങ്ങളും ഔലിയാക്കളുടെ വിവരങ്ങളും പെട്ടെന്ന് നമുക്ക് വിലയിരുത്താൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഒരുപാട് ആഴത്തിൽ പഠിച്ചാലും മുഴുവനായും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടാണ് മഹത്തുക്കളായ തസവ്വുഫിന്റെ ഉലമാക്കളും മറ്റും
പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തആല വിവരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ജമാലും കമാലും അതിന്റെ ഗുണഗണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വലം തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് എന്തൊക്കെ നടത്തും അതിനുള്ള രീതികളും ശൈലികളും അല്ലാഹു തആലാന്റെ അഫ്ആലിന്റെ ലോകത്തും അല്ലാഹു തആല വിവരിച്ചു തന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഔലിയാക്കൾ അങ്ങനെയല്ല. ഔലിയാക്കളെ സംബന്ധിച്ച് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഔലിയാക്കൾ പല സ്റ്റെപ്പുകളിലാണ്, പല സ്ഥാനങ്ങളിലാണ്. ആ സ്ഥാനങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും അവസ്ഥകളും ഔലിയാക്കളിൽ നിന്ന് പ്രകടമാകും. അപ്പൊ നമുക്ക് ഔലിയാക്കളുടെ സ്ഥാനങ്ങളും അവരുടെ അവസ്ഥകളും മനസ്സിലാക്കാൻ കഴിയില്ല. ആ ലോകത്തേക്ക് സഞ്ചരിച്ച ആളുകൾക്കേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സഞ്ചരിച്ചാൽ തന്നെയും ഇവരെക്കാളും ഉന്നതമായ പദവിയിലേക്ക് എത്തിയാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഹല്ലാജ റളിയല്ലാഹു അൻഹു. ഹല്ലാജ എന്നവരെ അന്നത്തെ ഭരണാധികാരികൾ കൊല്ലാൻ വേണ്ടി അന്നത്തെ ആലിമീങ്ങൾ ഫത്വ നൽകി, അതിനുള്ള അനുവാദം നൽകി. അങ്ങനെ ഹല്ലാജ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. കാലങ്ങൾ പിന്നിട്ട് വന്ന മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹല്ലാജയുള്ള കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലാജയെ ആ വിഭ്രമാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താണ് ഹല്ലാജ പറഞ്ഞ ഏറ്റവും ഭീകരമായ വാക്ക്? അനല്ലാഹ്. അനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളയാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. കുഫറിന്റെ വാക്കല്ലേ? കുഫർ കൊണ്ട് ആളുകൾ വിധിച്ചു. അതടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കൊന്നു. നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഒരു മഹാനായ വലിയായിരുന്നു ഹല്ലാജ എന്ന് ചരിത്രം പറയുന്നു, ഞാൻ പറയുന്നതല്ല. ചരിത്ര പണ്ഡിതന്മാരും കഴിഞ്ഞു പോയ ഒരുപാട് ഉലമാക്കൾ മഹാനരെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം വിഭ്രമ ബാധിച്ചിട്ടുള്ള ഒരു മഹാനായ വലിയാണ് എന്നാണ് പിൽക്കാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. ആ ഹല്ലാജ റളിയല്ലാഹുവിന്റെ വാക്കെന്താണ്? അനല്ലാഹ്. ഇതുപോലെ സുബ്ഹാനി എന്ന് പറഞ്ഞ ആളുകൾ, ഇതിനൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ്. അവരൊക്കെ കുറ്റം പറഞ്ഞു പോയിട്ടുള്ളത്. ഔലിയാക്കളുടെ സഞ്ചാരത്തിന്റെ ഇടയിൽ ഫനാഇന്റെ ലോകത്ത് അവരെത്തിയാൽ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് അവർ എത്തുകയാണ്. അവർ സ്വയമില്ല, ഒന്നുമില്ല. ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാതെ അള്ളാഹുവിനെ മാത്രം കാണുന്ന, അള്ളാഹു മാത്രമുള്ള ഒരു ലോകത്തേക്ക് എത്തുമ്പോൾ അവർ ഉച്ചരിക്കുന്ന ചില വാക്കുകളാണ് അനല്ല. അല്ല മാത്രമാണുള്ളത്, ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വ്യാഖ്യാനിക്കണം, ഖാലല്ലാഹു തആല അനല്ലാഹ്. അല്ല പറയുന്നു അനല്ലാ എന്ന്, അല്ല പറയുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട രൂപത്തിൽ വ്യാഖ്യാനം നൽകേണ്ട വാക്കുകളാണ് അത്തരം ഔലിയാക്കളിൽ നിന്ന് ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്നത്. ഈ ലോകത്ത് നോക്കിയിട്ട് നമ്മൾ അവരുടെ പ്രവൃത്തിയോ അവരുടെ വാക്കിനെയോ പെട്ടെന്ന് വിലയിരുത്താൻ കഴിയില്ല. ജദ്ബിന്റെ അവസ്ഥയിലുള്ള ഒരാളെ നമുക്ക് അങ്ങനെ പരിഗണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവനും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ശറഇനെതിരായി വല്ലതും നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ നമുക്കത് സ്വീകരിക്കാൻ നിർവാഹമില്ല. അതേ സമയത്ത് അവർ മജ്ദൂബുകൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയകളാണല്ലോ, ഔലിയാക്കളാണല്ലോ. ഔലിയാക്കൾ എന്ന നിലയ്ക്ക് അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരിൽ നിന്ന് ബറക്കത്ത് നേടാം. ഇതൊക്കെ ചെയ്യാമെന്നല്ലാതെ അവരെ തുടരാൻ പറ്റില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ രൂപത്തിലുള്ള ഔലിയാക്കളുണ്ട്. അത്തരം മജ്ദൂബുകളായ ആളുകളിൽ നിന്ന് കറാമത്ത് പ്രകടമാകാറുമുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഔലിയാക്കൾ ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ മജ്ദൂബുകളായിരുന്നു. ബഹുമാനപ്പെട്ട ആലുവ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള, മടവൂർ CM അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള, വടകര മുഹമ്മദ് ഹാജിയെ പോലെയുള്ള ധാരാളം ഔലിയാക്കൾ മജ്ദൂബുകളായി തന്നെ ഒരുപാട് കാലം നിന്നവരാണ്. മജ്ദൂബുകളായി നിന്നു എന്ന് പറഞ്ഞാൽ അവർ ആ മജ്ദൂബിലായി തന്നെ മരിച്ചു എന്നതിനർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജദ്ബ് എന്ന് പറയുന്നത് ഔലിയാക്കളുടെ ആ പ്രയാണത്തിന്റെ ഘട്ടത്തിലുള്ള ഒരവസ്ഥയാണ്, ഒരു യാത്രക്കിടയിലുള്ള ഒരു ഇടമാണ്. ആ ഇട വിട്ടുകടന്നാൽ അവർ മറ്റൊരു ലോകത്തേക്കെത്തും, മറ്റൊരു അവസ്ഥയിലേക്കെത്തും. CM അബൂബക്കർ മുസ്ലിയാർ, മടവൂർ വലിയുള്ളാഹി CM അബൂബക്കർ മുസ്ലിയാർ മജ്ദൂബായി തന്നെയാണ് മരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കാം. ആലുവ അബൂബക്കർ മുസ്ലിയാർ നീങ്ങിയിരിക്കാം, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നീങ്ങിയിരിക്കാം. മജ്ദൂബായി നമ്മൾ കാണുന്ന അവസ്ഥയിൽ നമ്മൾ കാണുമ്പോഴൊക്കെ ആ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് മറ്റൊരവസ്ഥയിലേക്ക് പോകാം, മറ്റൊരവസ്ഥയിലേക്ക് എത്തി ഉന്നതമായ പദവിയിലേക്ക് ഖുതുബുൽ ആലം
എന്ന പദവിയിലേക്കോ കുതുബുൽ അഖ്താബ് എന്ന പദവിയിലേക്കോ മറ്റേതെങ്കിലും പദവികളിലേക്കോ അവർ എത്തിയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. ഇത് മജ്ദൂബായിട്ട് കണ്ടു എന്നതുകൊണ്ട് മജ്ദൂബ് തന്നെയാണ് എക്കാലത്തും മജ്ദൂബായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ അവരുടെ പ്രവർത്തനം നോക്കിയിട്ട് മജ്ദൂബാണ് എന്ന് വിധി പറയേണ്ട വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറാമത്തുകൾ ഉണ്ടാകും. ഈ രൂപത്തിലുള്ള ഔലിയാക്കളിൽ നിന്ന് കറാമത്തുണ്ടാകും. ഇത് ചിലപ്പോൾ അവരുടെ ചില വാക്കുകൾ കൊണ്ട് ഉണ്ടാകും. അവർ വലിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വലിയനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ആരെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു വാക്ക്, അവരറിഞ്ഞോ അറിയാതോ ഉരുവിടുന്ന വാക്കായിരിക്കും, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു തആല അത് നടത്തിക്കൊടുക്കും. കാരണം അത് എൻ്റെ വലിയ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആ ആളെ കണ്ടിട്ട് അദ്ദേഹം അയാൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പറഞ്ഞ വാക്കാണ് എന്ന നിലയ്ക്ക് അള്ളാഹു തആല അത് നടത്തിക്കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു മജ്ദൂബായ വലിയ ഒരു കടയിലോ എവിടെങ്കിലും പോയി അനുവാദമില്ലാതെ എന്തെങ്കിലും എടുത്തു, എന്തെങ്കിലും ഭക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മൾക്ക് ശരീഅത്തിന്റെ രൂപത്തിൽ തെറ്റായി കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ വലിയനെ ആക്രമിക്കുകയോ അടിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പരിഹസിച്ച ആളുകൾക്കോ അടിച്ച ആളുകൾക്കോ ഉണ്ടാകാം. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത് വലിയന് മാത്രമല്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു മനുഷ്യൻ, തൻ്റെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്, സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ട്, ഗത്യന്തരമില്ലാതെ ആരും ഒന്നും തരാത്ത വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു ഭക്ഷിച്ചു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പൊറുതിമുട്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്തത്. അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അത്ര ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഘട്ടത്തിൽ അവൻക്കത് ചെയ്യാമല്ലോ. ആ രൂപത്തിൽ അവൻ ചെയ്ത്, ആരും ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ല, അവനത് ഭക്ഷിച്ചു. അതിന്റെ പേരിൽ അവനെ ആക്രമിച്ചാൽ അല്ലാഹു തആലയുടെ ഗളബുണ്ടാകും. അല്ലാഹു തആലയുടെ ഗളബ്, ദേഷ്യമുണ്ടായിട്ട് അല്ലാഹു തആല ഈ ആക്രമിച്ച ആളുകൾക്ക് എന്തെങ്കിലും അദാബ് ഇറക്കണം എന്ന നിർബന്ധമില്ല, ഇറക്കാം, അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഒരു വലിയായ മജ്ദൂബായ ഒരു വലിയാണെങ്കിൽ, എന്നൊരു പിരാന്തനെന്നെ കൂട്ടിക്കോളി, ദുന്യാവിന്റെ പെണ്ണിനെ ആലോചിച്ചുകൊണ്ടോ പണം ആലോചിച്ചുകൊണ്ടോ കടത്തിന്റെ പേരിലോ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പിരാന്തായി, പച്ച പിരാന്തായി. ആ പിരാന്തായ മനുഷ്യനാണ് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിച്ചത് അനുവാദമില്ലാതെ, അയാളെ പിടിച്ച് അടിച്ചു. എന്നാൽ അത് തെറ്റാണ്, എല്ലാവരും പറയും. പിരാന്തൻ അടിച്ചത് തെറ്റാണ് എന്നാൽ എല്ലാവരും പറയും. ആ ആക്രമിച്ചതിന്റെ പേരിൽ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അദാബ് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അയാൾക്ക് പരീക്ഷണം ഇറങ്ങാനും അതിനുള്ള ശിക്ഷ ലഭിക്കും, അതിന് പുറമെ അദാബ് ഇറങ്ങാനും സാധ്യതയുണ്ട്. ഇതൊരു സാധ്യത നമ്മൾ പറയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വലിയാണ്, മജ്ദൂബായ വലിയാണ്. ആത്മീയ ലോകത്തുള്ള സഞ്ചാരത്തിന്റെ ഇടയിൽ അദ്ദേഹം ഒരു വിഭ്രമാവസ്ഥയിലുള്ള ആ ഒരു മനുഷ്യൻ അന്യന്റെ മുതൽ അനുവാദമില്ലാതെ എടുത്തു. അത് അയാൾക്ക് തെറ്റല്ല, കാരണം അയാൾ ആ ഒരു അവസ്ഥയിലല്ല, ശരീഅത്തിന്റെ നിയമം പാലിക്കുന്ന തക്ലീഫുള്ള ഒരു അവസ്ഥയല്ല. ആ അവസ്ഥയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ശിക്ഷിച്ചാൽ, ആക്രമിച്ചാൽ, പരിഹസിച്ചാൽ ചിലപ്പോൾ അപകടമുണ്ടാകാം. അങ്ങനെ അപകടം അയാൾക്കുണ്ടായാൽ ഇത് ഒരു വലിയനെ ആക്രമിച്ചതിന്റെ പേരിലും പരിഹസിച്ചതിന്റെ പേരിലും ആയതുകൊണ്ട് സാധാരണഗതിയിൽ അത് കറാമത്ത് എന്ന് പറയും. കാരണം ഈ വലിയനെ ആക്രമിച്ച് വലിയൊരു പഴം തിന്നു, ആ വലിയെ ആക്രമിച്ചു, അപ്പൊ അയാൾക്ക് എന്തോ ഒരു അപകടം ഉണ്ടായത് കറാമത്തായി സാധാരണക്കാരായി പറയും. ഇത് ചിലപ്പോൾ ഈ വലിയന്റെ പേരിലാകണമെന്നില്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട ഒരാൾ ആക്രമിച്ചാലും ഇങ്ങനെ ദുരിതം ഉണ്ടാകാം. ഇത് ഒരു വലിയന്റെ പേരിലാകുമ്പോൾ സാധാരണ ജനങ്ങൾ അയാളെ കറാമത്താണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഇത്രയും കറാമത്തുകൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. ഇന്നിപ്പോ കേരളത്തിലെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലും ഔലിയാക്കളെ കറാമത്ത് എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് തപ്പിത്തരഞ്ഞ് ഇങ്ങനെ മൊബൈലും കുന്തവുമായിട്ട് ഊര് ചുറ്റാണ് ഔലിയാക്കളെ കറാമത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറാമത്ത് പിടിച്ചിട്ട് യാതൊരു വകതിരിവുമില്ലാതെ നമുക്ക് എന്ത് വേണം, ഒരു സംഗതി പറയുമ്പോൾ ബയാന് വേണം, വിശദീകരണം വേണം, ആമുഖം വേണം. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചില കറാമത്തുകളൊക്കെ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ശക്തി കുറഞ്ഞ ആളുകൾ, വിവരമില്ലാത്ത ആളുകളാണ് അധികവും. വസ്വാസിൽ അകപ്പെടാൻ പാകതയുള്ള ആളുകളാണ് അധികം വിശ്വാസികളും.
ആ വിശ്വാസികൾക്ക് ഇതിലൊക്കെ വസ്വാസം ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. തന്മൂലം ഔലിയാക്കളെ കറാമത്തിനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ പക്വതയോടെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയണം. ഒരു വലിയന്റെ കറാമത്ത് പറയുമ്പോൾ കറാമത്ത് കേൾക്കാൻ പാകത്തില്, അത് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ആമുഖങ്ങളും വിശദീകരണങ്ങളും ചില കറാമത്തുകൾ പറയുമ്പോൾ ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ ആളുകൾക്കത് ദഹിക്കില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇന്ന് വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ കൂടിക്കൂടി വരുന്ന കാലത്ത്. പഴയ കാലത്ത് ഇമാമിങ്ങളുടെ കിതാബുകൾ ഒരുപാട് കറാമത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ കറാമത്തുകളൊക്കെ പഴയ കാലത്തുള്ള ഉലമാക്കള് വാളുകളിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അന്ന് അതാരും ചോദ്യം ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്ന തെളിഞ്ഞ മനസ്സുള്ള, അറിവുള്ള, അത് ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. ഞാനിപ്പോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള അല്പം എന്തെങ്കിലും ഓതി പഠിച്ച ആളുകൾക്ക് ഒരു കറാമത്ത് കേട്ടാൽ അതിൽ വിശ്വാസാവൂല. അത് കറാമത്തല്ലേ, ഔലിയാക്കളല്ലേ, ഔലിയാക്കൾക്കുണ്ടായ കറാമത്തല്ലേ, അത് അങ്ങനെ സാധ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങളിപ്പോൾ നോക്കൂ, ഒരു വിമാനം ഇങ്ങനെ പറന്നു പോകുന്നു, ആ വിമാനം അപകടത്തിൽപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഉള്ളിലുള്ള ഒരാള് ഇനി രക്ഷയില്ല, മരിക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ഒരു വലിയനെ വിളിച്ചു. അദ്ദേഹം നിരന്തരമായി സിയാറത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവിതകാലത്ത് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള, ആ നിലക്ക് ബന്ധമുള്ള അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ എന്ന നിലക്ക് അയാൾ വിളിച്ചു. അയാൾ ആ ശൈഖിനെയോ ആ വലിയനെയോ വിളിച്ചു. എന്തിനാ വിളിക്കുന്നത്? ആ വലിയ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. ആ വലിയ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല പെട്ടെന്ന് ഉത്തരം ചെയ്യും. കാരണം ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെയല്ല. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂലേ? കിട്ടും. സാധ്യത കൂടുതൽ ഒരു വലിയായ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ദുആ ചെയ്യുന്നതാണ്. എന്തേ കാരണം? അള്ളാഹു താല അടിമ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം തരും എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. എന്റെ അടിമകൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവനക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞ അതേ അള്ളാഹു ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആ ഷർത്ത്? നിബന്ധന, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ നിങ്ങളെ വിളിക്ക് ഞാനും ഉത്തരം നൽകുമെന്ന ഒരു കണ്ടീഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു പദവി നമുക്ക് ലഭിക്കാൻ അല്ലാഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിബന്ധന പാലിക്കാൻ കഴിയാത്തയാളാണ് ഞാൻ. അത് പാലിച്ചയാളാണ് അള്ളാഹുവിന്റെ വലിയായ ഞാൻ ഇഷ്ടപ്പെടുന്നയാൾ എന്ന നിലയ്ക്ക് അപകടകരമായ ഈ ഒരു അവസ്ഥയിൽ ആ വലിയനെ ഞാൻ വിളിച്ചു. അത് പ്രകാരം ആ വലിയ ദുആ ചെയ്തു എന്ന് കൂട്ടുക, അല്ലെങ്കിൽ ആ വലിയ നമുക്ക് വേണ്ടി ഇടപെടാം. ഇവിടെ അല്ലാഹു തആലയോട് ആ ഔലിയാക്കൾ, മഹത്തുക്കൾ ദുആ ചെയ്യുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇവിടെയുള്ളത്. അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മുഖേന, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല നമ്മെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്തേക്കാം. ഇതിന് അനേകം തെളിവുകളും കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ അസംഭവ്യമായ കഥകളൊന്നുമല്ല. ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ അതിലപ്പുറം എന്തെങ്കിലും വാഹനമുണ്ടെങ്കിലോ, വലിയ അപകടങ്ങൾ, അതിനേക്കാൾ വലിയ അപകടങ്ങൾ വല്ലതിലും അകപ്പെട്ടാലോ, ആ ഔലിയാക്കളെ കൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ രക്ഷിക്കുക, സഹായിക്കുക എന്നത് ലഭ്യമാണ്, നടക്കുന്നതാണ്. പക്ഷെ ഈ കറാമത്തുകളൊക്കെ പറയുമ്പോൾ അതിന്റെ ചിട്ടകളും കാര്യങ്ങളും സദസ്സിലെ ആളുകളുടെ അവസ്ഥയും ഒന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ അതുമൂലം വിശ്വാസികൾക്ക് വസ്വാസ് ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കൂട്ടര് ഇങ്ങനെ കറാമത്ത് പ്രചരിപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടര് രാവിലെ എഴുന്നേറ്റാൽ തന്നെ രാത്രി ഉറക്കുന്നില്ലെന്ന് തോന്നുന്നു, യൂട്യൂബും ഫേസ്ബുക്കും തപ്പി നടക്കാണ്. ഏതെങ്കിലും ഏതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കാണ്. അങ്ങനെ അന്വേഷിച്ച് അത് ക്ലിപ്പാക്കിയിട്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അത്തരം ആളുകൾ വിമർശിക്കുമ്പോൾ അതിൽ നമുക്ക് പാഠമുണ്ട്. പ്രസംഗിക്കുന്ന ആളുകൾക്ക്, വഅ്ള് പറയുന്ന ആളുകൾക്ക് പാഠമുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. അവർ പരിഹസിക്കട്ടെ, അത് നമ്മൾ അവർക്ക് തിരുത്തി കൊടുക്കണം. ഉൾക്കൊള്ളുന്നെങ്കിൽ അവർ ഉൾക്കൊള്ളും. നമ്മൾ ഒരാളെ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അതല്ലെങ്കിൽ വഹാബിയോ മൗദൂദിയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അവർ സുന്നികൾ തന്നെയായിരിക്കും. ചിലപ്പോൾ സുന്നി കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും. സുന്നി ആശയം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സുന്നി ആശയം ശരിയാണെന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും. തെറ്റിദ്ധാരണയുടെ പേരിൽ
അവർ പലതും പല ആളുകളിൽ നിന്നും കേട്ട് സംസാരിക്കുന്നവരാക്കും. ആരെക്കുറിച്ചും നമ്മൾ നല്ലത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ എൻ്റെ സംസാരം കേട്ട് അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തണം എന്ന ചിന്ത പ്രബോധകരുടെ മനസ്സിലൊക്കെ ഉണ്ടായാൽ വളരെ ഉപകാരമാണ്. നമ്മളൊരു തർക്കക്കാരാകരുത്, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. ആളുകളെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ഭാഷകളും ശൈലിയും ചില അവതരണങ്ങളും ചില വിഷയങ്ങളും 110 ഡിഗ്രി സുന്നിയുള്ള ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് സംസാരിച്ചു പോകുന്നുള്ളത്. അതേ സമയത്ത് പരിഹസിക്കുന്ന ആളുകൾ അവർ എന്തിനേയും പരിഹസിക്കും. മറിയം ബീബിന്റെ കഥ പറഞ്ഞാലും പരിഹസിക്കും, ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരിഹസിക്കും, അങ്ങനെ എന്തും പരിഹസിക്കും. വിശുദ്ധ ഖുർആനിലെ ഖിദർ നബിനെ ഞാൻ നേരത്തെ പറഞ്ഞത് അർത്തു കഴുത്തെടുത്തു കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കുന്ന ആൾക്ക് പരിഹസിക്കാൻ ഖുർആനിലെമ്പാടുമുണ്ട്, ഹദീസിലുമുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലും പരിഹസിക്കുന്ന ആൾക്ക് പരിഹസിക്കാനുണ്ട്. മഹത്തുക്കൾ പറഞ്ഞതുപോലെ ഔലിയാക്കളെ പരിഹസിക്കുന്ന ആളുകൾക്ക് എമ്പാടും പരിഹസിക്കാനുണ്ട്. ബുദ്ധിയില്ലാത്ത ആളുകൾ ബുദ്ധിജീവികളായ ഈ ഔലിയാക്കളെ അവരുടെ പ്രവർത്തനം കണ്ട് വാക്ക് കേട്ട് പരിഹസിക്കാൻ എമ്പാടും ഉണ്ട് എന്ന് തന്നെ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. അപ്പൊ പരിഹസിക്കുന്ന ആളുകൾ ഔലിയാക്കളുടെ പ്രവർത്തനം കണ്ടും കേട്ടും പരിഹസിക്കും. പക്ഷെ നമ്മൾ അതിന് കാരണമാകരുത്. നമ്മൾ ഔലിയാക്കളുടെ കറാമത്ത് പറയുമ്പോൾ അത് ശരിക്ക് പഠിച്ച് വിശദീകരിച്ച് ആമുഖം നൽകി പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതിലപ്പുറം പരിഹസിക്കുന്ന ആളുകളല്ലേ, അത് പരിഹസിക്കട്ടെ. ഇനി നമ്മൾ പ്രമാണങ്ങൾ വെച്ച് തെളിവ് വെച്ച് അനുഭവം വെച്ച് അതിൻ്റെ എല്ലാ രേഖകളും വെച്ച് പറഞ്ഞാലും പരിഹസിക്കുന്ന ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇത് നിങ്ങൾ നോക്കി, കറാമത്ത് ഔലിയാക്കൾക്ക് ഉണ്ടോ? ഉണ്ട്. ഔലിയാക്കളുണ്ടോ? ഉണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ? ഉണ്ട്. ഇത് പറയുന്ന ആളുകള് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് വിദേഹത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ പറയും കറാമത്തുണ്ട്, വലിയുണ്ട്, ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് ഏതെങ്കിലും വഹാബി മൗലവി പ്രസംഗിക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ തെളിവുകളായ ഒരുപാട് സംഭവങ്ങൾ ദലായിലുൻ നുബുവ എന്ന പേര് ഇമാമുകൾ കിതാബുകളിൽ വിവരിക്കുന്നുണ്ട്. ഒരുപാട് ഔലിയാക്കളുടെ കഥകളും കറാമത്തുകളും വിവരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വഹാബികൾ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ ഔലിയാക്കളെയും കറാമത്തിനെയും ഉജിതത്തിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മനാക്കിബുകളൊക്കെ പറയുന്ന നമ്മൾ ഇവയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പറ്റുന്ന സംഗതിയാണ്. അതിന് ആളുകളുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പരിഹസിക്കുന്നു എന്ന് വെച്ചിട്ട് കറാമത്ത് പറയാതിരിക്കാൻ കഴിയില്ല. പരിഹാസം ഓർത്ത് നമ്മൾ കറാമത്ത് മുജിത്ത് പറയുന്നില്ലെങ്കിൽ പലതും നമ്മൾ പറയാതിരിക്കേണ്ടി വരും. ഇന്ന് വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിന് അവർ കാണുന്നൊരു ഇസ്ലാമുണ്ട്. വിമർശിക്കുന്ന ആളുകളുടെ ചിന്ത എന്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാത്ത ഒരു മതമാകണം എൻ്റെ ഇസ്ലാം. എൻ്റെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും ഇസ്ലാമിലേക്ക് വരണം, ഇസ്ലാം അവർക്കും കൂടി സംതൃപ്തമാകുന്ന സംതൃപ്തിയുള്ളതാകണം എന്ന് ചിന്തിച്ച് ഇസ്ലാമിനെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് ആരോ പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കുട്ടിയെ തന്നെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിനെ തന്നെ കൊല്ലാനുള്ള പുറപ്പാടാണ്. അതുകൊണ്ട് വിമർശിക്കുന്നു പരിഹസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കറാമത്തോ മുജിതത്തോ അതുപോലെയുള്ള സംഗതികളോ പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ പറയുന്ന ആളുകൾ ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഒരു പ്രസംഗം കൊണ്ട് ഒരു ഒലിയന്റെ കറാമത്ത് പറഞ്ഞതുകൊണ്ട് മറ്റൊരാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഹക്കായ വഴിയിൽ നിന്ന് മറ്റൊരാൾ തെന്നിമാറാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ക്ലിയറായി ഔലിയാക്കളുടെ കഥകളൊക്കെ പറയണം. അത് വളരെ പുണ്യകരമാണ്. ഔലിയാക്കളെ മദ്ഹ് പറയലൊക്കെ വളരെ പുണ്യമുള്ളതാണ് എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. എന്ന് വെച്ച് എല്ലാം എടുത്ത് വിളിച്ച് പറയാം എന്നുമല്ല. വളരെ ജാഗ്രത ഈ വിഷയത്തിലൊക്കെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും.